എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ കർഷകരും കേന്ദ്രത്തിന്റെ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണം എന്നുള്ളൊരു നിർബന്ധം നമുക്കിപ്പോൾ വന്നിരിക്കുകയായിരുന്നു. അത് പ്രകാരം എല്ലാവരും തന്നെയും കൃഷിഭവനിലും അക്ഷയയിലും ഒക്കെ ആയിട്ട് തന്നെയും നിങ്ങളുടെ ഫാർമർ രജിസ്ട്രേഷൻ ID കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ നോക്കുമ്പോഴും പെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷനിലേക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെരിഫൈ ചെയ്തു, റവന്യൂ വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയും നമുക്കിപ്പോൾ നമ്മുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുണ്ട്. ആർക്കൊക്കെ അത് അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇനിയിപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫാർമർ രജിസ്ട്രേഷൻ ID ഉണ്ടെങ്കിൽ മാത്രമേ PM കിസാൻ സമ്മാൻ നിധി 2000 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന് ആർക്കായാലും ആ 2000 രൂപ ലഭിക്കണമെങ്കിൽ ഫാർമർ രജിസ്ട്രേഷൻ ID നിർബന്ധമാണ്. ആ രജിസ്ട്രേഷൻ ID ഇല്ലെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇനി മുതൽ ലഭിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ ഫാർമർ രജിസ്ട്രേഷൻ ID ഉണ്ടാവണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. സെൻട്രൽ ID ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫാർമർ രജിസ്ട്രേഷൻ ID. അപ്പോൾ അത് പ്രകാരം തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ എപ്പോഴും തന്നെ പെൻഡിങ് ആയിരുന്നു. കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ സൈറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അതെല്ലാം മാറിക്കൊണ്ട് തന്നെയും റവന്യൂ വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയും നമ്മുടെ ഫാർമർ രജിസ്ട്രേഷൻ ID നമുക്കിപ്പോൾ അവിടെ അപ്രൂവൽ ആയിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ ഫാർമർ രജിസ്ട്രേഷൻ ID അവിടെ അപ്രൂവൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് agristack.kerala.gov.in എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. ഈ പേജിൽ നമുക്ക് ഏറ്റവും മുകളിൽ നടുക്ക് കാണുന്ന എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എൻറോൾമെന്റ് ID, നമ്മുടെ ഫാർമർ ID, ആധാർ നമ്പർ. നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ആധാർ നമ്പറാണ്. ആ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ അപ്രൂവൽ ആയ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫാർമർ ID അവിടെ കാണാൻ സാധിക്കും. അപ്രൂവൽ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നിലവിൽ വെരിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളവരുടെ അപ്രൂവൽ ആക്കിയിട്ടുണ്ട്. ഫാർമർ രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫാർമർ ID ആണ് നിങ്ങളുടെ സെൻട്രൽ ID അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാർമർ രജിസ്ട്രേഷൻ ID. അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഫാർമർ രജിസ്ട്രേഷൻ ID എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഫാർമർ ID ഇതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഫാർമർ ID നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് എഴുതി വെക്കണം എന്നുള്ള നിർബന്ധമില്ല. അതിനിപ്പം നോക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒറ്റവട്ടം നോക്കുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വെക്കുക. അല്ലാത്തവർ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫാർമർ ID നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും നിർബന്ധമായിട്ടും തന്നെയും എടുക്കണം എന്നുള്ളത് കേന്ദ്രം കർശനമായിട്ട് തന്നെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഫാർമർ ID ഉള്ളവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം തുടർന്ന് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്